ഹലോ, ഞാനടാ ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോനോ? പറയുന്നത് കേക്കടാ. കയ്യില് വിലങ്ങായി നടക്കുന്നില്ലേ ഒരു ചെമ്മരിയാട്. അവന്റെ കയ്യിലുള്ള പെട്ടിയിൽ സാധനം ഉണ്ടോ നോക്ക്. തുറക്കടാ പെട്ടി. ഡയമണ്ട് ഉണ്ടടാ. നക്കി നോക്കടാ, അത് വൈരമാണോ അല്ലയോ ഒന്ന്. കടിക്കടാ. നക്ക് നക്ക് നക്ക്. ലിക്കിങ് ലിക്കിങ്. കടിക്കാൻ. മതിരിക്കുന്നു സാർ. കൽക്കണ്ണം മതിരിക്കാതെ കഴിക്കോടാ. എനിക്കിതിന്റെ വൈരോ വൈഡൂര്യോ ഒന്നും ആവശ്യമില്ല. എൻ്റെ അച്ഛന് കൊടുക്കാനുള്ള പണം തന്നിട്ട് നിന്റെ ഡയമണ്ട് ഒന്ന് മേടിച്ചു. ഫ്ലൈറ്റിന് ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആ തടിയന്മാരെ വിശ്വസിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ നീ മാത്രം വാ, പണവും കൊണ്ട്. ഏയ്, ഗോച്ച പറഞ്ഞ പോലെ തനിയേടാ വന്നേക്കണേ. തനിയല്ലടാ, ഗുണ്ടകളുമായിട്ടാ വന്നിരിക്കുന്നത്. നീ അകത്ത് പോയി വെയിറ്റ് ചെയ്യും. അയാളെ ഒന്ന് കളിപ്പിച്ചിട്ട് വരാം. ഹലോ, എന്താ ഗോച്ച, നീ നന്നാവില്ലേ? തനിയെ വരാൻ പറഞ്ഞ തകിലും നാദസുരൊക്കെ ആയിട്ടോണടാ വന്നേക്കുന്നത്. നിനക്ക് ബോധമില്ലേ? നിന്റെ സ്ഥലത്ത് നിന്ന് ഡയമണ്ട് കട്ടവനാ ഞാൻ. ഇവിടെ വെച്ച് നീ എന്നെ പിടിക്കാൻ പോകുന്നു. ഏയ് എവിടാ നീ? ഇനി കച്ചേരി കൊച്ചിയിലടാ. ഏയ്, അവൻ അവിടെയുണ്ട്. ഏയ്, എന്താ സാർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നത്? ആരെങ്കിലും നോക്കുവാണോ? ഒരു പക്ഷേ നിങ്ങളെക്കാളും മുമ്പേ അയാൾ ഫ്ലൈറ്റ് കയറി കാണുമോ? ഫ്ലൈറ്റിലല്ല, കാറിന്റെ അടുത്ത് പോയാൽ അവനെ തേടി പിടിച്ച് കൊന്നു കളയും ഞാൻ. ഇവിടെ പോയി പിടിക്കണേ. അവനെവിടെ പോയെന്ന് അറിയില്ല. പോയി കണ്ടുപിടിക്കണ. ശരിക്കും നോക്കണ. ഓ, അവൻ ഇവിടെ തന്നെ കാണും. Get in. Welcome, sir. സാർ, എനിക്കൊന്നും അറിയില്ല സാർ. What are you doing? എന്താ സാർ ഇത്? പാന്റ് പോലും ഇടാതെ വന്നിരിക്കുന്നേ. സാർ, ഞാനൊരു പഞ്ചപാവമാ. എന്താടാ ഇവിടെ? ഗോച്ച താഴെ ഫ്രീ ആയിട്ടേക്കുവാ. പെണ്ണാടാ. പെണ്ണാ? What happened? അമ്മേ, ആപ്സ്, നിനക്കെന്താ പറ്റി? ഈച്ചയും പൂച്ചയൊന്നുമല്ല, ആ ഗോച്ച മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അകത്തെങ്ങാനും കയറി വരുമോ? അവനകത്ത് വരാൻ പറ്റില്ല. എങ്ങനെയാ അകത്ത് വരാൻ പറ്റാത്തതും ഒരു വേല ചെയ്തിട്ടാ എന്ത് വന്നിരിക്കുന്നത്. വേല? ബ്ലേഡ് വേല. ബ്ലേഡ് വേലയോ? എന്നാ സാർ ടിക്കറ്റ് മേടിച്ചോ? No, ticket. you are not allowed. What's the problem? You are hurt and bleeding. വേണ്ട, വേണ്ട. Go. അവനെ, അവനെ. അടടാ, ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. Can I have your ticket, please? എന്ത് തടീനകത്ത് വന്നതോ? ടിക്കറ്റ് ചോദിക്കുവാടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. Oh, here. എടാ, അവള് ഗോച്ചയുടെ അനിയത്തിയെ പോലില്ലേ? അയ്യോ, അനിയത്തിയെ പോലെയല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവിത്തലയിരി അടക്ക വെക്കാം, എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ? പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നവരൊക്കെ ചവിട്ടി എടുത്തോണ്ടങ്ങ് പോകും. റാസ്കൽ, ചവിട്ടിയിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? എന്റെ ഭഗവാനേ, കൃഷ്ണ. റാസ്കൽ. ഹലോ, ഫസ്റ്റ് ടൈമാ? അല്ല, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ? അതൊന്നുമല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ആ, ഒന്നുമില്ല, പൈലറ്റിന് ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് എവിടാൻ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയ ഒരു ഫ്ലൈറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി 150 പേരാ മരിച്ചു. അറിയോ എന്തിന്? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടല്ലേ. ദേ, ഇന്നലെ മോസ്കോയില് നിർത്ത്. ഞാന്
ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നേ. അല്ല എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ടിട്. അതെയോ? താങ്ക്സ് എ ലോട്ട്. അത്രയ്ക്ക് പേടിയാണോ? പിന്നെന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ട ഒരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടിൽ പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ 4-5 പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. ആ, അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടോണ്ട് പോയി. കട്ടെന്നോ? വാടാ പോകാ. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയം? ഞാനെന്തോ തങ്കമോ വൈരമോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യില് കയറ്, ഒരു കയ്യില് ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു അവിടെ തൊട്ടു. ചെറിയൊരു ഗ്യാപ്പ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് മിസ്. പക്ഷെ അപ്പഴേ ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. അല്ല, ഞാൻ ഇതൊക്കെ എന്താ തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ? അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ. പക്ഷേ ഈ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ കൈകൾ പടാമൽ കാതൽ വരുവതില്ലേ. കണ്ണ് സുടാമൽ കത്തി പടാമൽ ഗോച്ച വിടുവതില്ലേ. എന്താടോ വെച്ചേക്കുന്നേ? എല്ലാവരും വെച്ചേക്കുന്നതാ സാർ, ഞാനും വെച്ചേക്കുന്നേ. ഏയ് എന്താ പറഞ്ഞേ? എന്റെ അമ്മൂമ്മ കെട്ടിത്തന്ന ഏലസാ സാർ. ദുഷ്ടശക്തികൾ അടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തന്നതാണ് സാർ. സാർ ഇതിൽ കൈവെക്കാതെ സാർ. കൈവച്ചാൽ എന്റെ വിശ്വാസത്തെയും ഭക്തിയെയും ചോദ്യം ചെയ്യുന്നത് പോലെയാവും സാർ. എന്റെ അപ്പൂപ്പന്റെ ഇതിലും വലുതാ. ഇവിടെ നോക്ക്, സൈഡിൽ നോക്ക്, ബാക്കിൽ നോക്കിക്കോ. ഓക്കെ Okay, sir. എങ്ങനെയുണ്ട് എസ്കേപ്പ്? എടാ വളരെ ധൈര്യത്തോടെ നിന്ന് കൊടുത്തല്ലോ. എവിടെയാടാ സാധനം? ഗോഷയുടെ സിസ്റ്ററിന്റെ ബാഗിലിട്ടു, സേഫ് ആയിട്ട് വെളിയിൽ. എടാ ദ്രോഹി. Lighter. Thank you. No mention. മാഡം, ഈ പേഴ്സ് നിങ്ങളതാണോ? കണ്ട മാഡം, നമ്മുടെ നാട്ടുകാരെ ഇങ്ങനെ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സേഫായി എടുത്തു വെച്ചു. എത്ര നല്ലവനാ നിങ്ങൾ. നിങ്ങൾ ആരാ? ഞാനോ? ആയാം ഉപ്പുതറയിൽ രാജു ബാബു, കോൾ ടാക്സി ഓണർ കം ഡ്രൈവർ. ഹോട്ടൽ റെയിൻട്രിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഈ ബാഗ്? ഈ ബാഗ് ഞാൻ തന്നെ വെച്ചോളാം. കൊള്ളാം. അവൾ എസ്കേപ്പ് ആയടാ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളാണോ? അതെ മാഡം, ഒരു തവണ എന്റെ ടാക്സിയിൽ ഒരാൾ 30 ലക്ഷം രൂപ വെച്ച് മറന്നുപോയി. അതെടുത്ത് കൊണ്ടുപോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ. സോ ഈ SP ചൗധരിയാണ് എനിക്ക് സമ്മാനം തന്നത്. ഇനി എന്ത് ചെയ്യൂടാ? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിരുന്നടാ. അബാദ് പ്ലാസ, ഗോകുലം പാർക്ക്, താജ് മലബാർ, ലേ മെറിഡിയൻ. റെയിൻട്രി. Good morning, sir. How can I help you? We want a suite room. 15,000 pay to you, sir. Oh, 50,000? No, sir. 15,000. അതെ, 50,000. ഒരു 50,000 രൂപ തന്നെ. Madam, ആരാ sir? ഫിനാൻസിയർ. What? Financier? അയ്യോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. That's fiancé. അതെന്തേലും ആട്ടെ, വേഗം ചാവിതാ. വാ മാഡം, അകത്തേക്ക് വാ. റൂം ഇഷ്ടപ്പെട്ടോ നോക്ക്. What a beautiful room. നമ്മളെ വിശ്വസിച്ച് വന്നവർ പറ്റിക്കപ്പെടാൻ പാടില്ല, അതാണ് എന്റെ പോളിസി. മാഡം, മണിയൊക്കെ എന്തിനാണ് മാഡം? നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ, Thank you. ഞാൻ കൊണ്ടുപോകാം. തൃപ്പൂണിത്തുറ അറിയാമോ? അറിയാലോ. എന്നെ അവിടെ കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും മാഡം. ആദ്യം മാഡം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ റെഡി ആയിട്ടിരിക്കാം. How sweet. ദേ നോക്ക
നോക്കടാ, വെറും ടവല് മാത്രം ഉടുത്തുകൊണ്ട് ഒരുത്തി അലഞ്ഞു നടക്കുന്നു. ഏതോ തുണ്ടുപടത്തിന്റെ ഷൂട്ടിംഗ് പോലെയുണ്ട്. 5:30-ക്കുള്ള വണ്ടിയാ, നാളെ രാവിലെ അങ്ങ് എത്തും ഞാൻ. 5:30-ക്കുള്ള വണ്ടിയാണടാ പടം. അത് വീണ്ടും റീമേക്ക് ചെയ്യുന്നു. ബാത്റൂം സീനുള്ള റിസപ്ഷനിൽ വെച്ചാ എടുക്കുന്നേ. അവിടെ നോക്കടാ, മല്ലു അല്ലടാ, മലേഷ്യ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഏയ്, എന്താ സാർ ഇത്? ഇത്ര വലിയ ഹോട്ടലില് കുളിക്കുമ്പോ വെള്ളം പകുതി വെച്ച് നിന്ന് പോയാ എന്താ സാർ അർത്ഥം? നോക്ക്, പാവം ടൗലിൽ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ തമാശ കളിക്കണോ? ബാറിലൊക്കെ വെള്ളം 3 മണി വരെ ഒഴുക്കി കളയുക. ബാത്റൂമിൽ മാത്രം വരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ മാറ്റർ ഇമ്മീഡിയറ്റ് ഓപ്പൺ ചെയ്യണം. വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല. മാഡത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. ബാഗ് മോഷ്ടിച്ചെന്നോ? ഏയ്, എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ? എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന്റെ ബാഗ് ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ബാഗ് മാഡം, നമ്മുടെ ബാഗ്. ഒന്നിച്ച് ഫ്ലൈറ്റിൽ വന്നു, അടുത്തടുത്ത സീറ്റിലിരുന്നു. നിങ്ങളും മലയാളി, ഞാനും മലയാളി. നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും. ഒരു മലയാളി പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മിണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിളിക്കണം മാനേജറെ. എന്താ സാർ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അടുത്ത 10 മിനിറ്റിൽ ബാഗ് വിടത്തണം, ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ. ഇഷ്യൂ അറിയാതെ സംസാരിക്കരുത്. ഇവിടെ എന്താ നടന്നോ? എന്താ സാർ ഇനി നടക്കണ്ടേ? നിലവിളക്ക് പോലെ ഇരുന്ന ഒരു പെണ്ണിനെ ടവൽ കെട്ടി ക്യാമറ ഡാൻസറെ പോലെ ആക്കി കളഞ്ഞു. ഒന്നും ശരിയാവില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്ക്, ഇത്ര സീരിയസ് സംസാരിക്കുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്നയാൾ. ഹലോ പോലീസ് സ്റ്റേഷൻ. ഞങ്ങള് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചല്ലേ? നെവർ. വി ആർ വെരി ഡീസന്റ് ഫെലോസ്. ബൈ ദ ബൈ, ആക്ച്വലി ഇവിടെ എന്താ നടന്നതെങ്കിൽ ഇവരെ ആരോ ശരിക്കും പറ്റിച്ചു. ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആരോ ഇവരുടെ പേരിൽ റൂം എടുത്തു. ഇവർക്ക് കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. മൈ ഗോഡ്, പിന്നെ എന്താ നടന്നതെങ്കിൽ? ഞാനെന്താ കഥയാണോ പറയുന്നേ? ആദ്യം റൂം ഒഴിയിടും, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കടാ, 10 നിമിഷത്തിനുള്ളിൽ വൈഫ് എന്ന് പറഞ്ഞ് കുട്ടിയെ ജനിപ്പിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാതുകുത്തി പേരിട്ട് ബിരിയാണിയും വിളമ്പെന്ന് തോന്നുന്നല്ലേ? ബാത്റൂം പ്രശ്നത്തെക്കാൾ ഇയാളെ ഏതോ ഒരു പ്രശ്നം അലട്ടുന്നു എന്നാ തോന്നുന്നത്. എന്താടോ 1 hour ആയിട്ട് 1 ഡേ മാച്ച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആ റോസ് വിക്കറ്റ് എപ്പോഴാ താഴെ വീഴുന്നതെന്നല്ലേ? ഇനി ഒരു ടെസ്റ്റ് മാച്ച് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എന്താടാ അത്? ഇതെന്റെ അപ്പൂപ്പന്റെ കോണകമാടാ. ഇന്ന മാഡം, അവൻ ആരെന്നറിയോ? അറിയില്ല. ടാക്സി നമ്പറുകൾ നോട്ട് ചെയ്തു. അതും അറിയില്ല. പക്ഷേ ആ കാറിൽ അയാൾ കമ്മീഷണർ കയ്യിൽ നിന്ന് ഒരു ഷീൽഡ് വാങ്ങുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ടാക്സി കമ്മീഷണർ ഷീൽഡ്. ഏയ്, അത് നമ്മുടെ രാജബാബു ആടാ. ആ ഫ്രോഡോ? നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് കമ്മീഷണർ അല്ല മാഡം. കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയാ മാഡം. സുരേഷ് ഗോപി. മിസ്റ്റർ പെരേര, എങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടോന്ന് കണ്ടോ ഈ കുട്ടി? അവനിപ്പോ എവിടെ കാണും? അവന്റെ വീട് എനിക്കറിയാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ സെൽഫോൺ ഒന്ന് തരുമോ? എന്റെ ഫോൺ തരാം. ഇന്നാ മാഡം. താങ്ക് യു. വിടടാ, ഏതോ ലോക്കൽ കോളാ വിളിക്കുന്നേ. നമുക്ക് ഇതൊക്കെ ഒരു ചെലവാണോ? എന്താ മലേഷ്യ ലൈൻ ഇത്ര ക്ലിയർ ആയിരിക്കുന്നേ? മലേഷ്യക്കാണോ വിളിക്കുന്നത്? ഹലോ ചേച്ചി, എന്താടി ഇത്? പോയിട്ടൊരു ഫോൺ പോലും ചെയ്തില്ല. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാന്ന് ഞാനൊരു കള്ളം ഒരു പറഞ്ഞു. ടാക്സി ഡ്രൈവർ എന്റെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയി. അതിനകത്തായിരുന്നു എല്ലാം, പൈസയും പാസ്പോർട്ടും. ആ കുരുവിയെ കണ്ടുപിടിക്കാനുള്ള മാസ്ക് അല്ലേ, അതുപോലും അതിനകത്തായിരുന്നു ചേച്ചി. എവിടെയാടി ദേവി? ഫോൺ ലൈൻ കട്ടായോ? ഫോണ് കട്ടായില്ല. സംസാരിച്ച് 300 രൂപയും കാലിയായി. സ്വാഹ. അയ്യോ, എടി ദ്രോഹി, എന്റെ അച്ഛന് പോലും ഞാൻ മിസ് കോൾ ആണ് കൊടുക്കണേ. 300 രൂപ 3 മാസമായി കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരേ ഒരു സെക്കൻഡ് മലേഷ്യക്ക് കോൾ ചെയ്ത് സ്വാഹയാക്കിയില്ലേ? എവിടെയാടി പോയിക്കുന്നേ? കുരുവി എന്നൊരുത്തിന് അന്വേഷിച്ച് കൊച്ചിക്ക് പോയിരിക്കുവാ. അളിയാ, കുരുവി പോകാമടാ കൊച്ചിക്ക്. എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? അത് ശരിയാ, ഇത് രാജബാബുവിന്റെ വീടല്ലാന്ന് തോന്നുന്നു. ഇത് ഏതോ കോട്ടസ്വാമിയോ ബീർസ്വാമിയോ ബോധമില്ലാതെ ജ്യോതിഷം പറയുന്ന ഏരിയ. What is ജ്യോതിഷം? ജ്യോതിഷം is given by some പുറമ്പോക്ക് only for their വയറ്റിപ്പഴപ്പ്. Excuse me aunties, രാജ്ബാബു വീട്ടിലില്ലേ? എന്താണ് ആന്റിയൊക്കെ തല്ലാൻ വേണ്ടി വരുന്നത്? നീ ആരടാ? ആ ഫ്രോഡിന്റെ ഫ്രണ്ടാ? Shut up and drop your weapons. I'm Officer Major Sundararajan from the Ambellur Real Estate and Avalattal Department. അയ്യോ സോറി സർ. Yeah, he's my assistant yes, and that yes. girl is his assistant in Mafti. Shut up. സോറി സർ. അവരെ നീ എന്താടാ കാണിച്ചേ? എന്റെ സ്വന്തം വോട്ടർ ID കാർഡ് എന്ത് ലാമിനേറ്റ് ചെയ്താലും നമ്മുടെ ആളുകൾ ഭയപ്പെടും. ഓക്കേ. Where is Raj Babu? Yeah. ഇവിടെയുള്ള ആളുകളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു സർ. എന്റെ 5 പവന്റെ ചെയിൻ, വളകൾ, ദോ ഈ പെണ്ണിന്റെ സ്കൂട്ടർ വരെ അവൻ കട്ടു. ഞങ്ങളെ എല്ലാവരെയും ആ ഫ്രോഡ് പറ്റിച്ചു സർ. സങ്കടപ്പെട്ട് സംസാരിക്കുന്നു ജീവിതം മടുത്ത ഇവർ. Come on, you proceed. ഞങ്ങൾ വീട് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എവിടെയോ പോയി കളഞ്ഞു സർ. My God, house under lock. അവിടെ നോക്കി, ഒരു ഓവർഫ്ലോ ആണ്. എന്തിനാ ഇപ്പൊ കരയുന്നത്? Why are you crying? അവർക്കൊക്കെ പണമാണ് സാർ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് മാനം തന്നെ നഷ്ടപ്പെട്ടു സർ. My God. അവൻ അത്ര ആക്റ്റീവായി പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ എന്ത് ചെയ്യുമായിരുന്നു? ടിവിയിലുള്ള സീരിയൽ കാണുമായിരുന്നു സർ.
സീരിയൽ ഗ്യാപ്പിൽ ഡുമ്മാകുത്തോ? അത് ഡപ്പാങ്കുത്തല്ല സാർ, കുരുവിക്കുത്ത്. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. മിസ്സായി പോയി. അവൻ നമ്മളെക്കാളും വലിയ ഫ്രോഡാ. അതാ നമ്മളെ പറ്റിച്ചോണ്ട് പോയത്. അവൻ ഇവിടെ തന്നെ ഉണ്ടാ, കൺഫേംഡ്. എന്താ അങ്ങനെ പറഞ്ഞേ? ലുങ്കി എടുത്ത് പോകുന്നുണ്ടില്ല ഒരു മങ്കി, അത് കണ്ടിട്ടാ പറഞ്ഞേ. അറ്റാക്ക്. വാടാ, ഞാൻ എങ്ങനെ വരുന്നേ? ഇവിടുന്ന് ലിഫ്റ്റ് വെച്ച് തരാൻ പറ്റുമോ? ചാടി വാ. പറ്റില്ല. ഇവനോട് കുനിയാൻ പറ. ആരെയാടാ? നിന്നെ തന്നെ. ഞാനോ? ഞാനാരാ? എന്റെ ഫാമിലി ഏതാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഞാൻ എങ്ങനെയാ കുനിയുന്നത്? അവളാര്? അവളുടെ ഫാമിലി എന്താ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവളുടെ ചേട്ടനാ ഗോച്ച. ഗോച്ചയോ? ഗോച്ചാപ്പാറ് ഗോച്ചയുടെ അനിയത്തി കേറുന്നേ പാറ്. കുനിഞ്ഞിരിക്കും. അയ്യോ, കാഴ്ചയിൽ മാത്രമാടാ കൊഞ്ചിനെ പോലെ ഇരിക്കുന്നേ. പക്ഷെ വെയിറ്റ് ഒരു ആനയുടെ വെയിറ്റ് ആടാ. പറയൂ സേട്ട്, എന്താ മാറ്റർ? എന്ത് മിലിറ്ററി വണ്ടിയോ? എന്താ കോമഡി പറയാണോ? മൂന്നുമുഖം രജനി, വേട്ടയാട് വിളയാട് കമൽ, തങ്കപ്പതക്കം ശിവാജി. ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കണ്ണിക്കണ്ടവരെയൊക്കെ പറ്റിക്കുവാ ഇവൻ. ഓഹോ, മിലിറ്ററി റമ്മോ. അമ്മേ, അമ്മേ, ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് ഒന്നും വരാതെ നോക്കണേ ഡോക്ടർ. എന്റെ അമ്മ എനിക്ക് ജീവനാണ് ഡോക്ടർ. ഞാൻ വേണേൽ എന്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി ഒരു കൊടുത്തേക്കാം. കിഡ്നി അല്ലടാ, നിന്റെ 2 കിഡ്നിയും കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ആട്ടെ മാടമാര്. എന്നെ നോക്കി ആരാണ് ചോദിക്കുന്നത്? ഫ്രോഡല്ലേ നീ? നിന്നെ പറ്റിച്ചില്ലേ? നിന്റെ ബാഗ് എവിടെ? ആദ്യം ബാഗ് ഇങ്ങ് താ. അതിനകത്ത് എന്റെ സ്കാർഫ് ഉണ്ട്. മാഡം, ഇവിടെ ഒരേ ഒരു ബാഗേ ഉള്ളൂ. ഫുൾ അഴുക്ക് തുണിയത് കാരണം ആരും വാങ്ങിയില്ല. വേണമെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുക്കോ. എന്റെ ചെറിയ ബാഗ് എവിടെ? മാഡം പോയിട്ട് ഡ്രസ് മാറ്റിട്ടോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ധൃതിയുമില്ല, മേഡം പോയി പതുക്കെ വന്നാ മതി. അവനെ വെറുതെ വിടരുത്. ചെറിയ ബാഗ് എവിടെയാ? കട്ടിലെ മേലെ ഉണ്ട്. അയ്യോ, എന്റെ ചെറിയ ബാഗ്. താങ്ക് യു. നോ മെൻഷൻ. ബൈ. ഇവന് പിന്നെ കൊടുക്കാം. അവള് എസ്കേപ്പ് ആയ എന്ത് ചെയ്യും? ഇവനെ റൂമിൽ പോയിട്ട് വേണമെങ്കിൽ അടിക്കാം. ഇവനെ എന്താ റൂമിലേക്ക് കയറ്റി അടിക്കുന്നത്? ഇവിടെ കിടന്ന് അടി മേടിക്കണം. ഷട്ടർ പൊക്കടാ, നീയോ അതിന്റെ വേല ചെയ്തോളൂ. ചേച്ചിമാരെ കേറി തകർത്തോ. മലേഷ്യൻ ബാഗുമായിട്ട് എസ്കേപ്പ്. അയ്യോ, സഹായം ചെയ്തവർക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാ ഇങ്ങനൊക്കെ തന്നെ നടക്കും. കൈ കൊടുക്കടാ. Nice meeting you. My name is. അയ്യോ, എനിക്ക് എനിക്ക് നടക്കാനേ വയ്യ. ശരിക്കും ഇത് ഫ്രാക്ചറാടാ. എന്ന് വെച്ചാ ഉളുക്കടാ. ഓ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാ. എനിക്ക് ഭായിയുടെ കല്യാണത്തിന് പോയേ പറ്റൂ. ഇങ്ങനെ ചളുക്കോ ഉളുക്കൊന്നും പോവാൻ പറ്റുമോ? ഉളുക്ക് മാറിയല്ലേ പോവാൻ പറ്റൂ. ഉളുക്ക, നീ മാറ്റൂ. ഞാൻ തിരുമ്പി ആണുങ്ങൾക്ക് മാത്രമേ ഉളുക്ക് മാറൂ, പെണ്ണുങ്ങൾക്ക് മാറില്ല. അപ്പ ഇത് ആര് മാറ്റും? ഓമ്മ. ഏതാ അമ്മ. ഏതമ്മ? നിന്റെ അമ്മ. അമ്മമ്മ. നമ്മുടെ അമ്മ. അതേടാ, അമ്മ ശരിക്കും ഉളുക്ക് മാറ്റില്ലേ? ഇപ്പഴീ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വിട്ടാൽ അമ്മ ഉടനെ എണ്ണയിട്ട് തിരുമ്പാൻ തുടങ്ങും. ബാഗ് വാങ്ങി മേശപ്പുറത്ത് വയ്ക്കും. അപ്പൊ കാണാതെ പോയിക്കോളും. അത് ഉളുക്ക് വേദന. എന്റെ അമ്മ ഉളുക്ക് മാറ്റിയത് സൂപ്പർ. ഓക്കേ, പൊക്കിക്കോ. പാർവതി, നിന്റെ മോനെ വന്ന് നോക്ക്. എവിടെന്നോ ഒരു ഗർഭിണി പെണ്ണിനെയും കൊണ്ടുവന്ന് നിൽക്കുന്നു. മാറ്റണം ഇത്. ഇവൾ ആവശ്യമില്ലാതെ പേരുദോഷം കേൾപ്പിക്കും. ഈ കുരുത്തം കെട്ടവനോട് കൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സായി പോയി. ജസ്റ്റ് മിസ്സാ. എടാ വേണു, ആരടാ ഈ പെണ്ണ്? അതാണോ അമ്മേ? ഇവളുടെ പേര് ദേവീത. മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുക. തെന്നി വീണിട്ട് കാലൊളുക്കിയിരിക്കുക. ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേ? ഡോക്ടറുടെ അടുത്തല്ലേ കൊണ്ടുപോകണ്ടത്? ഡോക്ടർ എടുത്തോ? നിങ്ങൾ തന്നെ തിരുമോന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അമ്മേ, അമ്മേ. എന്താടാ എന്നോട് തിരുമാൻ പറയുന്നേ? അയ്യോ അമ്മേ, ആ പെണ്ണിന്റെ ചേട്ടൻ നമുക്ക് കാശ് തരാനുള്ളത്. ശരിയടാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വിളക്കെണ്ണ ഇരിപ്പില്ലേ, ഉണ്ട്. അത് പുരട്ടി ആ, എന്റെ അച്ഛനാണെന്ന് വിചാരിച്ച് നല്ല തിരുമ് ഉളുക്ക് തന്നെ പോയിക്കോളും. ഇപ്പോഴെന്താടാ ചെയ്യണ്ടേ? അറിയില്ലേ, ഉളുക്ക് മാറണമെങ്കിൽ ആദ്യം കുമ്പിട്ട് കിടക്കണം. അയ്യോ, അങ്ങനെ ചെയ്യണോ കൃഷ്ണ? അയ്യോ അമ്മ അല്ലമ്മേ, ആദ്യം ആ പെണ്ണിനെ തിരിച്ചു കിടത്ത്. അതെ, കുറച്ചു കാലമായില്ലേ, അതാ അമ്മ മറന്നത്. മാട്ട്. അയ്യോ, ഇവളുടെ ഇടുപ്പിലെ ഉളുക്ക് ഞാൻ എങ്ങനെയാണോ മാറ്റുന്നേ? ഇനി എന്നതാടാ ചെയ്യണ്ടേ? വിളക്കെണ്ണ. എന്തിനാടാ അമ്മ വെറുതെ വഴക്ക് പറയുന്നേ? അമ്മേ, വിളക്കെണ്ണ പുരട്ടി ഒരു പാട്ടും പാടി മസാജ് തുടങ്ങ്. ഇഞ്ചിയുടെ പഴകി, മഞ്ഞൾ ചേക പഴകി. ശ്രുതിയോടെ പാടുന്നടാ. ശ്രുതിയോടെ പാടുന്നു. വേദനിച്ചിട്ട് കിടന്ന് കരയുന്നതാ. നോക്കി തടവമ്മേ. എന്തേലും എടുത്ത് മുറുക്കെ പിടിക്കുമോളെ. പല്ല് കടിച്ചോണ്ട്. അയ്യോ, വേദനയാ. അയ്യോ, പിടിച്ചിട്ടുണ്ട്. എങ്ങനുണ്ടടാ? സൂപ്പർ. എടാ വേണു, ആ ഫ്രോഡ് ചെക്കന്റെ കൂടെ ചേർന്ന് നീയും എന്തിനാടാ തരികിട കാട്ട? ഇട്ടോ നിന്നെ. അയ്യോ, അമ്മയുടെ ചികിത്സയല്ല ശരിയായത്. ഉളുക്ക് മാറിയല്ലോ. It's gone. So I am going.
ഞാൻ പോവാ. ബാഗ് മറക്കല്ലേ മാഡം. ഒരു എമോഷണലി കൊടുത്തതാ. അമ്മേ എങ്ങോട്ടാ പോകുന്നേ? അതിന് ഞങ്ങൾ എടുത്തില്ലല്ലോ. പിന്നെ എങ്ങോട്ടാ അത് പോകുന്നത്? ഉളുക്ക് മാറിയില്ലേ? ക്ലിയർ ആയില്ലോ. ഞങ്ങളുടെ ജോലി തീർന്നില്ല. എന്താ? മോളെ പയ്യെ പയ്യെ പോ മോളെ. പയ്യെ പയ്യെ. അതൊന്നും പറ്റില്ല. കുരുവിയെ കാണണം. ഭായിയുടെ റിസപ്ഷൻ എനിക്ക് പോയേ പറ്റൂ. അയ്യോ വലിയവര് പറഞ്ഞില്ലേ അത് മോശ സ്ഥലോ. ഈ സമയത്ത് പോയ കുരുവിയെ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകും. മര്യാദയ്ക്ക് പോയി കിടക്ക്. ജാഗ്രത 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 ജാഗ്രത. ഇത്ര തലേന്ന് ഇരുന്നിട്ട് ബാഗ് തലയുടെ അടിയിൽ വെച്ച് കിടക്കുന്നവള്. ഈ കുരുവി എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് കണ്ടോ? ഐ ലവ് യു ഡാ. ഐ ലവ് യു സോ മച്ച്. റിയലി. ദ്രോഹി. എവിടെ അവള്? ആ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ലേ അവള്? അവളോ? ആ. നേരത്തെ രാത്രി ഏയ് എന്താടി പാട്ട് പാടുന്നേ? കളിയാക്കുവാണോ? ഇല്ലപ്പാ, നിങ്ങളുടെ ആളിനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂമിൽ കുളിക്കാൻ പോയി. എടാ സൂക്ഷിച്ചു പോടാ, തട്ടി വീഴല്ലേ. നീ മുത്തമൊன்று കൊടുത്താൽ മുത്തമിഴ്. ഗുഡ് മോർണിംഗ് ചേട്ടത്തി. എനിക്കൊരു കോഫി കിട്ടുമോ? ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നിങ്ങളുടെ വീട്. നിങ്ങക്ക് കോഫി കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം, ബോൺവിറ്റ കുടിക്കാം. എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പാവം, ശരിക്കും വട്ടുപിടിച്ച കുടുംബം ഇത്. ദാ മോളെ കാപ്പി. ഇതെന്താ ഗ്ലാസ്സിൽ തന്നത്? ഐ വാണ്ട് കപ്പ് ആൻഡ് സോസർ. അതോനെ ചുമ്മാ കുടിക്ക്. ഇതെന്റെ അനിയൻ കാപ്പി കുടിക്കുന്ന ടംബ്ലറാ. അവന്റെ ടംബ്ലറോ? ഇത് എച്ചിലാ. ഇത് എച്ചിൽ. ഇതെവിടെ വെക്കുന്നേ? കാപ്പി കുടിച്ച ഗ്ലാസ് എച്ചിലാണെങ്കിൽ എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ എച്ചിലൊന്നും ഉണ്ടായില്ലേ? ഉമ്മയോ? അതെ. ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നോ? അതെ വന്നു. എന്റെ ബെഡ്റൂമിൽ എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ഉറങ്ങുമ്പോ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തില്ലേ? നിന്റെ വീട്ടുകാർ മുഴുവൻ കണ്ടു അത്. അതാണോ പ്രശ്നം? ഉമ്മ വെച്ചത് ഞാനല്ല, നീയാ. അതെ, കുരുവിയെ സ്വപ്നം കണ്ടെന്തോ പൊലമ്പിക്കൊണ്ട് ചുമ്മാതെ പോയ എന്നെ കെട്ടിപ്പിടിച്ച് നച്ചീ നച്ചീ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചില്ലേ? ഞാനെങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ. ഞാൻ തന്നപ്പോ നീ എന്തിനാ വാങ്ങി? ഏയ് നീ ആള് ഭയങ്കരയാണല്ലോടി. ആവശ്യമില്ലാതുള്ള കുരുക്കെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം പഴി എണിക്കാ. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട. ഞാൻ പോകുന്നു. പോയിക്കോ പോയിക്കോ, സ്വൈര്യം കിട്ടട്ടെ. വെക്കേറ്റ് ടീം റിസപ്ഷനിൽ അമ്മൂമ്മ കാണും. ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോയിക്കോ പോയിക്കോ. You cheat. എന്താടി കാറിലിട്ടിരിക്കുന്നേ? ബാബ ബ്ലാക്ക് ഷേപ്പ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നോടാ കളി. പവർ ബോക്സിൽ ഡയമണ്ട് കാണുന്നില്ലടാ. ഡയമണ്ട് അതിലില്ലെന്നോ? ഒരുപക്ഷെ അവളുടെ ബാഗിൽ വീണ് കാണൂ. ഇതാ വരുന്നടാ, കാണൂടാ. എവിടേക്കാ പോണ്ടേ? ഫസ്റ്റ് വൈറ്റിലെ പോടാ, പിന്നെ തൃപ്പൂണിത്തറ പോടാ. വണ്ടി എടാ.